ഹലോ മക്കളെ, അപ്പൊ നമ്മൾ ഫുഡ് സെക്യൂരിറ്റി ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു അല്ലെ പഠിച്ചുകൊണ്ടിരുന്നത്. ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളിപ്പോ പഠിച്ചത്? ഫുഡ് സെക്യൂരിറ്റി എന്താന്ന് പഠിച്ചു അല്ലെ. അഫോർഡബിൾ ആയിട്ടുള്ള, ആക്സസബിൾ ആയിട്ടുള്ള, അവൈലബിൾ ആയിട്ടുള്ള ഫുഡ് കിട്ടുന്നതിനാണ് എന്ത് പറയാ? ഫുഡ് സെക്യൂരിറ്റി എന്ന് പറയാ. അതുപോലെ തന്നെ ഫുഡ് സെക്യൂരിറ്റിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, നമ്മുടെ ഇന്ത്യയുടെ കണ്ടീഷൻ എന്താണെന്ന്, അല്ലെങ്കിൽ നമ്മുടെ ഒരു കൺട്രിയിൽ എന്തൊക്കെ ഇഷ്യൂസ് ആണ് നേരിടുന്നത് എന്നുള്ള കാര്യങ്ങൾ അല്ലെ. പോവർട്ടി എന്ന് പറയുന്നത് ഫുഡ് സെക്യൂരിറ്റി അറ്റൈൻ ചെയ്യുന്നതിൽ വലിയൊരു റോള് വഹിക്കുന്നുണ്ട് അല്ലെ. നമ്മൾ നോക്കാൻ പോവാണ് ഫുഡ് സെക്യൂരിറ്റി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഫുഡ് സെക്യൂരിറ്റി എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ എങ്ങനെയാണ് സോൾവ് ചെയ്തത്? ഗ്രീൻ റവല്യൂഷനെ പറ്റിയൊക്കെ പഠിച്ചു അല്ലെ. കാര്യങ്ങളൊക്കെ നമ്മൾ പ്രീവിയസ് സ്ലൈഡിൽ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. So, since the advent of Green Revolution in the early 70s, the country has avoided famine even during adverse weather condition. അപ്പം നമ്മൾ ഗ്രീൻ റവല്യൂഷൻ്റെ സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്തത് അല്ലേ. ഒരുപാട് ഫുഡ് പ്രൊഡക്ഷൻ നടത്തിയത് നമ്മൾ പിന്നീട് നമ്മുടെ അവിടെ ഒരുപാട് ക്ഷാമമൊക്കെ ഉണ്ടാവേണ്ട സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ആ ഒരു ഗ്രീൻ റവല്യൂഷൻ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തത് കാരണം നമുക്ക് ആ ഒരു സിറ്റുവേഷനൊക്കെ കറക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. India has become self-sufficient in food grains during the last 30 years because of a variety of crops grown all over the country. The availability of food grains, even in adverse weather conditions or other ways, at the country level has further been ensured with a carefully designed food security system by the government. This system has two components. ആ രണ്ട് കോമ്പണൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ബഫർ സ്റ്റോക്ക് ആണ്, രണ്ടാമത്താണ് നമ്മൾ നേരത്തെ കണ്ട PDS, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. അപ്പം രണ്ട് സിസ്റ്റം ഉണ്ട്, രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്ന് ബഫർ സ്റ്റോക്കും, രണ്ടാമത്തത് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ബഫർ സ്റ്റോക്കും ഉണ്ട്, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റവും ഉണ്ട്. അപ്പൊ ബഫർ സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബഫർ സ്റ്റോക്ക് ഇസ് ദ സ്റ്റോക്ക് ഓഫ് ഫുഡ് ഗ്രെയിൻസ്, നെയിംലി വീറ്റ് ആൻഡ് റൈസ്, procured by the government through Food Corporation of India, FCI. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, FCI വഴി ബഫർ സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് ഗ്രെയിൻസിനെ സ്റ്റോക്ക് ചെയ്ത് വെക്കാണ്. സ്റ്റോക്ക് ഓഫ് ഫുഡ് ഗ്രെയിൻസ്, നെയിംലി വീറ്റ് ആൻഡ് റൈസ്. അപ്പം നമ്മൾ ഗോതമ്പ് അരിയൊക്കെ എന്ത് ചെയ്ത് വെക്കാണ്? സ്റ്റോക്ക് ചെയ്ത് വെക്കാണ് ഗവൺമെന്റ്. ആരാണ് സ്റ്റോക്ക് ചെയ്യുന്നത്? ഗവൺമെന്റ്. എന്ത് വഴി? ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വഴി, FCI എന്ന് പറയുന്ന ഒരു പോളിസി വഴി ഗവൺമെന്റ് എന്ത് ചെയ്യാണ്? ഈ അരിയും ഗോതമ്പൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കുക. അതെങ്ങനെയാന്ന് ഞാൻ ബാക്കി പറഞ്ഞുതരാം കേട്ടോ. സോ ദാറ്റ് ഈസ് ബഫർ സ്റ്റോക്ക്. The FCI purchases wheat and rice from the farmers in states where there is surplus production. അപ്പം എന്ത് വഴിയാണ്? ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ FCI അല്ലേ. ഈ FCI എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ആൾക്കാർ കൃഷി ചെയ്യുന്നുണ്ട് അല്ലെ, ഫാമേഴ്സ് കൃഷി ചെയ്യുന്നുണ്ട്. കൃഷി ചെയ്യുന്നിടത്തിൽ സർപ്ലസ് പ്രൊഡക്ഷൻ ഉള്ള സ്ഥലത്ത് നിന്നും, കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലത്ത് നിന്നും ഈ FCI എന്ത് ചെയ്യും? പർച്ചേസ് ചെയ്യും. എന്ത് പർച്ചേസ് ചെയ്യും? വീറ്റും റൈസൊക്കെ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫാമേഴ്സിന്റെ കയ്യിൽ നിന്നും FCI പർച്ചേസ് ചെയ്യും. എന്നിട്ട് എന്താ FCI ചെയ്യാം? ദ ഫാമേഴ്സ് ആർ പെയ്ഡ് ആൻഡ് പ്രീ അനൗൺസ്ഡ് പ്രൈസ് ഫോർ ദെയർ ക്രോപ്സ്. അപ്പം ഇങ്ങനെ പർച്ചേസ് ചെയ്യാന്ന് പറയുന്ന സമയത്ത് ഇവരുടെ ക്രോപ്സിന് ഓൾറെഡി ഈ FCI, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു വില പറഞ്ഞു വെച്ചിട്ടുണ്ടാവും, ഒരു പ്രൈസ് പറഞ്ഞു വെച്ചിട്ടുണ്ടാവും. ആ പറഞ്ഞു വെച്ച പ്രൈസിന് ഇവരത് വാങ്ങിക്കും. ഓക്കെ, FCI ഈ ഫാമേഴ്സിന്റെ കയ്യിൽ നിന്നും വില കൊടുത്തിട്ട് എന്ത് വാങ്ങിക്കും? ഈ റൈസും വീറ്റൊക്കെ വാങ്ങിക്കും. എന്നിട്ടോ ദിസ് പ്രൈസ് ഇസ് കോൾഡ് മിനിമം സപ്പോർട്ട് പ്രൈസ്. എന്താ ഇതിനെ പറയാ? ആ പ്രൈസിന് എന്താ പറയാ? MSP എന്നാ പറയാ. ഓക്കെ, MSP, മിനിമം സപ്പോർട്ട് പ്രൈസ്. മിനിമം സപ്പോർട്ട് പ്രൈസ് വെച്ചിട്ട് ഈ FCI എന്ത് ചെയ്യും? MSPക്ക്, അതായത് മിനിമം സപ്പോർട്ട് പ്രൈസിന് ഈ ഫാമേഴ്സിന്റെ കയ്യിൽ നിന്നും വീറ്റും റൈസൊക്കെ എന്ത് ചെയ്യും? അവര് വാങ്ങിക്കും. The MSP is declared by the government every year before the sowing season. അപ്പം ഈ MSP എന്ന് പറയുന്നത് ആരാ ഡിസൈഡ് ചെയ്യുന്നത്? ഗവൺമെന്റ് എന്ത് ചെയ്യും? ഓൾറെഡി ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അവരുടെ സോയിങ് സീസൺ തുടങ്ങുന്നതിന് മുമ്പേ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും. ടു പ്രൊവൈഡ് ഇൻസെന്റീവ്സ് ടു ദി ഫാമേഴ്സ് അല്ലെ. ഫാമേഴ്സിന് അവർക്ക് ഇൻസെന്റീവ്സ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നേരത്തെ അവരുടെ സോയിങ് സീസണിൽ തന്നെ പറഞ്ഞിട്ടുണ്ടാവും ഫോർ റൈസിങ് ദ പ്രൊഡക്ഷൻ ഓഫ് ദീസ് ക്രോപ്സ്. അപ്പൊ എന്നാൽ മാത്രമേ ഫാമേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ പൈസ അല്ലെ, കൂടുതൽ പൈസ കിട്ടാൻ വേണ്ടിയിട്ട്, MSP കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഫാമേഴ്സ് കുറെ പ്രൊഡ്യൂസ് ചെയ്യും അല്ലെ, ഒരുപാട് കൃഷി ചെയ്യും. കാരണം ഗവൺമെന്റ് വാങ്ങിച്ചോളൂല്ലോ.
അപ്പൊ അവർക്ക് മാർക്കറ്റിങ്ങിന്റെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല. ഇവര് ഫാമേഴ്സ് കൃഷി ചെയ്താൽ മതി, ഗവൺമെന്റ് എന്ത് ചെയ്തോളും, MSP അല്ലെ, MSP കൊടുത്തിട്ട് വാങ്ങിച്ചോളും. പർച്ചേസ്ഡ് ഫുഡ് ഗ്രെയിൻസ് ആർ സ്റ്റോർഡ് ഇൻ ഗ്രാനറീസ്. എന്നിട്ട് ഈ വാങ്ങിക്കുന്ന പർച്ചേസ്ഡ് ഫുഡ് ക്രോപ്സ് എന്ത് ചെയ്യും, ഗവൺമെന്റ് എവിടെ സൂക്ഷിക്കും, ഗ്രാനറീസിൽ സൂക്ഷിക്കും. ഡു യു നോ വൈ ദിസ് ബഫർ സ്റ്റോക്ക് ഇസ് ക്രിയേറ്റഡ് ബൈ ദി ഗവൺമെന്റ്? എന്തിനാണ് ഗവൺമെന്റ് ഈ ഒരു ബഫർ സ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്തതെന്ന് മനസ്സിലായോ? എന്തിനാണെന്ന് നോക്കാം നമുക്ക്. ദിസ് ഇസ് ഡൺ ടു ഡിസ്ട്രിബ്യൂട്ട് ഫുഡ് ഗ്രെയിൻസ് ഇൻ ദ ഡെഫിസിറ്റ് ഏരിയാസ്. അല്ലേ, എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ വാങ്ങി സൂക്ഷിക്കുന്ന ഗ്രാനറിയില്? ഫുഡ് ഗ്രെയിൻ ഡെഫിസിറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട് അല്ലെ, നമ്മുടെ കൺട്രിയിൽ തന്നെ ഭക്ഷണത്തിന് കുറച്ച് ഡെഫിസിറ്റ് അല്ലെങ്കിൽ ഡെഫിഷ്യൻസി അനുഭവിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ആൻഡ് അമംഗ് ദ പുവറസ്റ്റ് സ്ട്രാറ്റ ഓഫ് സൊസൈറ്റി അല്ലെ, പാവപ്പെട്ട ഒരുപാട് ആൾക്കാർ ഇന്ത്യയിലുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് അറ്റ് എ പ്രൈസ് ലോവർ ദാൻ ദി മാർക്കറ്റ് പ്രൈസ്. അപ്പം മാർക്കറ്റിൽ അവർക്ക് അഫോർഡബിൾ ആവുന്ന, ചിലപ്പം മാർക്കറ്റ് പ്രൈസ് ഈ പാവപ്പെട്ട ആൾക്കാർക്ക് അഫോർഡബിൾ ആയിരിക്കില്ല. അപ്പം പാവപ്പെട്ട ആൾക്കാർക്കും കൂടി അഫോർഡബിൾ ആവാൻ വേണ്ടിയിട്ട് എന്താ, ഈ പറഞ്ഞിരിക്കുന്ന വിലയേക്കാൾ കുറഞ്ഞൊരു വിലയ്ക്ക് ഈ പാവപ്പെട്ട ആൾക്കാർക്ക് അല്ലെ, പുവറസ്റ്റ് ഓഫ് ദി സൊസൈറ്റി, അവർക്ക് വേണ്ടിയിട്ട് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഗവൺമെന്റ് ഇങ്ങനെ ഒരു ബഫർ സ്റ്റോക്ക് സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, ആ ഒരു പ്രൈസിന്, മാർക്കറ്റ് പ്രൈസിനേക്കാളും കുറഞ്ഞൊരു പൈസയ്ക്ക് ഗവൺമെന്റ് കൊടുക്കുന്നതിന് അവർ പറയുന്ന ഒരു ആ പൈസയ്ക്ക് പറയണ പേരാണ് ഇഷ്യൂ പ്രൈസ്. ഓക്കെ, അപ്പൊ നമ്മൾ MSP പഠിച്ചു. MSP എന്തായിരുന്നു, ഗവൺമെന്റ് കൊടുക്കുന്ന അല്ലെ, ഗവൺമെന്റ് ഫാമേഴ്സിന് കൊടുക്കുന്ന പൈസയാണ് MSP. ഇനി ഇഷ്യൂ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, പാവപ്പെട്ട ആൾക്കാര് എന്താണ് ഈ ഗ്രാനറീസ് വാങ്ങുമ്പോൾ കൊടുക്കുന്ന പൈസയാണ് ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത് അല്ലെ, ഇഷ്യൂ ചെയ്യുന്ന സമയത്തുള്ള പൈസ. This also helps resolve the problem of shortage of food during adverse weather conditions during the periods of calamity. അതുപോലെ തന്നെ ഇത് വേറൊരു കാര്യത്തിന് ഹെൽപ്പ് ചെയ്യും. ഗ്രാനറീസിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പം നമ്മുടെ കൺട്രിയിൽ എന്തെങ്കിലും ഒരു അഡ്വേഴ്സ് ആയിട്ടുള്ള ഒരു കലാമിറ്റി, എന്തെങ്കിലും ഒരു പ്രശ്നം, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടായി എന്ന് വിചാരിച്ചോ, അപ്പം നമുക്ക് ഫുഡിന് ഷോർട്ടേജ് വരാതിരിക്കാനും കൂടെ ഇത് ഹെൽപ്പ് ചെയ്യും. കാരണം നമ്മൾ ഓൾറെഡി നന്നായിട്ട് ഉണ്ടാവുന്ന സീസണിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് കൾട്ടിവേഷൻ നടത്തിയിട്ട് നല്ലൊരു ഫുഡിന്റെ നല്ലൊരു പോർഷൻ തന്നെ ഗവൺമെന്റ് ഗ്രാനറീസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും ഒരു അഡ്വേഴ്സ് കണ്ടീഷൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ തന്നെയും നമുക്ക് തൽക്കാലം ജീവിച്ചു പോകാനുള്ള ഒരു സ്റ്റോക്ക് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, കുറഞ്ഞ കാലത്തേക്കെങ്കിലും ഉപയോഗിക്കാൻ വേണ്ടി പറ്റും ആ ഒരു സ്റ്റോക്കിന്. ഓക്കെ, അപ്പൊ നമ്മള് ബഫർ സ്റ്റോക്ക് പറഞ്ഞു. ഇനി രണ്ടാമത്തെ സിസ്റ്റം ഏതാ പറഞ്ഞത്, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അല്ലെ. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. എന്താ പറഞ്ഞത്, ഫസ്റ്റത്തെ MSP കൊടുത്തിട്ട് എന്ത് ചെയ്യാം, മിനിമം പ്രൈസ് കൊടുത്തിട്ട് എന്ത് ചെയ്യാം, ഫാമേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഗ്രാനറിയിൽ സ്റ്റോർ ചെയ്തിട്ട് പാവപ്പെട്ട ആൾക്കാർക്ക് ഇഷ്യൂ പ്രൈസിൽ വിതരണം ചെയ്യുന്നതിനാണ് പറയാ അല്ലെ, ലെസ് ദാൻ മാർക്കറ്റ് പ്രൈസ് അല്ലെ. മാർക്കറ്റ് പ്രൈസ് അഫോർഡബിൾ അല്ലാത്ത ആൾക്കാർക്ക് കുറഞ്ഞ പൈസയ്ക്ക് വിറ്റ് കൊടുക്കുക. അതുപോലെ തന്നെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ് രണ്ടാമത്തത്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പേരെന്താണ്, PDS അല്ലെ, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഫുഡ് പ്രൊക്യൂർഡ് ബൈ ദ FCI, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, എന്ത് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ഗവൺമെന്റ് റെഗുലേറ്റഡ് റേഷൻ ഷോപ്സ്. ഈ FCI അക്വയർ ചെയ്യുന്ന ഫുഡിനെ ഗവൺമെന്റ് കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഗവൺമെന്റ് റെഗുലേറ്റഡ് ആയിട്ടുള്ള റേഷൻ കടകൾ വഴി അല്ലെ, റേഷൻ ഷോപ്സ് വഴി അമംഗ് ദി പുവറർ സെക്ഷൻ ഓഫ് ദി സൊസൈറ്റി, സമൂഹത്തിലെ പുവറർ സെക്ഷൻ ആയിട്ടുള്ള ആൾക്കാർക്ക് റേഷൻ കട വഴി വിതരണം ചെയ്യാം. ദിസ് ഇസ് കോൾഡ് ദി പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. അതാണ് പൊതുവിതരണ കേന്ദ്രം എന്ന് കേട്ടിട്ടുണ്ടോ, പൊതുവിതരണ കേന്ദ്രം, അതാണ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. റേഷൻ കടകളെ അങ്ങനെയല്ലേ പറയാ. അപ്പം ദാറ്റ് ഈസ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഓക്കെ, റേഷൻ ഷോപ്സ് ആർ നൗ പ്രസന്റ് ഇൻ മോസ്റ്റ് ലൊക്കാലിറ്റീസ്, വില്ലേജസ്, ടൗൺസ് ആൻഡ് സിറ്റീസ്. അപ്പം പല സ്ഥലങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, റേഷൻ കടകൾ കണ്ടിട്ടുണ്ടാവും. സോ വില്ലേജസിലുണ്ട്, ടൗണിലുണ്ട്, സിറ്റീസിലുണ്ട്, ലോക്കൽ ഏരിയാസിലൊക്കെ ഉണ്ട്. There are about 5.5 lakh ration shops all over the country. നമ്മുടെ കൺട്രി മൊത്തം നോക്കുമ്പോൾ 5.5 ലക്ഷം അല്ലെ, ഇത്രയും റേഷൻ ഷോപ്സ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. റേഷൻ ഷോപ്സ് ഓൾസോ നോൺ ആസ് ഫെയർ പ്രൈസ് ഷോപ്സ്. റേഷൻ ഷോപ്പിന് പറയുന്ന പേരാണ് ഫെയർ പ്രൈസ് ഷോപ്പ് എന്ന് പറയും. കീപ് സ്റ്റോക്ക് ഓഫ് ഫുഡ് ഗ്രെയിൻസ്, ഷുഗർ, കെറോസിൻ ഓയിൽ ഫോർ കുക്കിംഗ് അല്ലെ. എന്തൊക്കെ സ്റ്റോക്ക് ഉണ്ട്, ഫുഡ് ഗ്രെയിൻ ഉണ്ട് അല്ലെ, ഭക്ഷ്യം, റൈസും
വീറ്റ് ഒക്കെ ഉണ്ടാവും, അതുപോലെ തന്നെ ഷുഗർ പഞ്ചസാര കൊടുക്കും, അതുപോലെ തന്നെ കെറോസിൻ ഓയിൽ എന്തിനു വേണ്ടിയിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇത്രയും ആവശ്യത്തിന് വേണ്ടിയിട്ട് കൊടുക്കും. പണ്ടൊക്കെ മണ്ണെണ്ണ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കുക്കിംഗ് ചെയ്യുമായിരുന്നു. ഇപ്പോഴല്ലേ നമ്മൾ ഗ്യാസ് ഒക്കെ ഉപയോഗിക്കുന്നത്. ആ ഒരു സമയത്ത് മണ്ണെണ്ണ സ്റ്റൗ ഉണ്ടാവും. അപ്പം കെറോസിൻ ഓയിൽ വെച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ദീസ് ഐറ്റംസ് ആർ sold to people at a price lower than the market price. അപ്പം എങ്ങനെയാണ് ഇത് വിൽക്കുന്നത്, മാർക്കറ്റ് പ്രൈസിനേക്കാളും കുറഞ്ഞൊരു പൈസയ്ക്കാണ് റേഷൻ കടകൾ വഴി വിൽക്കുന്നുണ്ടാവുക. എനി ഫാമിലി വിത്ത് എ റേഷൻ കാർഡ് ക്യാൻ ബൈ എ സ്റ്റിപ്പുലേറ്റഡ് എമൗണ്ട് ഓഫ് ദീസ് ഐറ്റംസ്. അതായത് ഏതൊരാൾക്കും റേഷൻ കാർഡ് വെച്ചിട്ട് ഇത്രയും സാധനങ്ങൾ, എന്തൊക്കെ സാധനങ്ങളാ, ഫുഡ് ഗ്രെയിൻസ് ഉണ്ട്, ഷുഗർ ഉണ്ട്, മണ്ണെണ്ണ ഉണ്ട് അല്ലെ, ഇത്രയും സാധനങ്ങൾ ഏതൊരു ഫാമിലിക്കും റേഷൻ കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാൻ വേണ്ടി പറ്റും. ഒരു 35 കിലോ അല്ലെ, 35 കിലോഗ്രാം ഓഫ് ഫുഡ് ഗ്രെയിൻസ്, 5 ലിറ്റർ മണ്ണെണ്ണ, 5 ലിറ്റേഴ്സ് ഓഫ് കെറോസിൻ, 5 കിലോഗ്രാംസ് ഓഫ് ഷുഗർ, 5 കിലോ ഷുഗർ, 35 കിലോ ഗ്രെയിന് ഒക്കെ റേഷൻ കട വഴി കൊടുക്കും. എവ്രി മന്ത് ഫ്രം ദ നിയർ ബൈ റേഷൻ ഷോപ്പ്. എല്ലാ മാസവും അടുത്തുള്ള റേഷൻ കടയിൽ നിന്നും കൊടുത്തു വരുന്ന ഒരു സിസ്റ്റം. ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഭക്ഷണം കൊടുക്കുമ്പോൾ ഈ ഫുഡ് ഐറ്റംസ് കൊടുക്കുന്ന സമയത്ത് മാർക്കറ്റ് പ്രൈസിനേക്കാളും കുറഞ്ഞ പൈസയ്ക്ക് ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാങ്ങിക്കാൻ വേണ്ടി പറ്റും. അതൊരു ഫുഡ് സെക്യൂരിറ്റി ആണ് അല്ലെ, ആൾക്കാർക്ക് അഫോർഡബിൾ ആയിട്ട് അവൈലബിൾ ആണ് അല്ലെ. നിയർ ബൈ റേഷൻ സ്റ്റോപ്പിൽ എന്താണ്, റേഷൻ ഷോപ്പിൽ അവൈലബിൾ ആണ്, ആക്സസിബിൾ ആണ്, ആൻഡ് അഫോർഡബിളും ആയിട്ടുള്ള ഒരു പ്രൈസിൽ ഗവൺമെന്റ് കൊടുക്കുകയാണ്. അതാണ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, സോ ദർ ആർ 3 kinds ഓഫ് റേഷൻ കാർഡ്. 3 തരത്തിലുള്ള റേഷൻ കാർഡുകളാണ് ഉള്ളത്. റേഷൻ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഇപ്പം ഫിംഗർ പ്രിന്റ് ഒക്കെ ആയിട്ടുണ്ട് അല്ലെ. അപ്പം റേഷൻ ഷോപ്പിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ റേഷൻ കാർഡുകൾ ഉണ്ടാവും. ആ റേഷൻ കാർഡിന് 3 തരത്തിലുള്ള റേഷൻ കാർഡുകൾ ഉണ്ട്. അന്ത്യോദയ കാർഡ് ഫോർ ദ പുവറസ്റ്റ് ഓഫ് ദി പുവർ, ഏറ്റവും ദരിദ്രരായിട്ടുള്ള ആൾക്കാർ അല്ലെ, പുവറസ്റ്റ് ഓഫ് ദി പുവർ ആയിട്ട് ഭയങ്കര പൈസ ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്കുള്ള കാർഡാണ് അന്ത്യോദയ കാർഡ്. ഓക്കെ, അന്ത്യോദയ കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുവറസ്റ്റ് ഓഫ് ദി പുവറിന് വേണ്ടിയിട്ടുള്ള കാർഡാണ് അന്ത്യോദയ കാർഡ്. ഇനി രണ്ടാമതൊരു ടൈപ്പ് കാർഡ് ഉണ്ട്, ദാറ്റ് ഈസ് BPL കാർഡ്, ബിലോ പോവർട്ടി ലൈൻ. അതായത് ഒരു ഇമേജിനറി ലൈനാണ്. അപ്പം മിനിമം ഇത്രയും പൈസ നമുക്ക് വേണം ജീവിക്കാൻ വേണ്ടിയിട്ട്, ഇത്രയും പൈസ നമുക്ക് വേണമെന്ന് വിചാരിച്ചോ, അതിന്റെ താഴെ, ആ പൈസേന്റെ താഴെ ഇൻകം ഉള്ള ആൾക്കാരാണ് ബിലോ പോവർട്ടി ലൈൻ. ഇതൊരു വര ഇങ്ങനെ വരയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമാജിനറി ലൈൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബിലോ പോവർട്ടി ലൈനാണ്. ഇനി ആ പൈസ മിനിമം പൈസ വേണം, അതിനേക്കാളും കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മൾ APL, എബോവ് പോവർട്ടി ലൈൻ എന്ന് പറയും. സോ ആ ഒരു BPL കാർഡ് ഉണ്ട്. മിനിമം എന്തിനാ, BPL കാർഡ് ഫോർ ദോസ് ബിലോ ദി പോവർട്ടി ലൈൻ. പോവർട്ടി ലൈനിൽ താഴെ, ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള ആൾക്കാർക്ക് BPL കാർഡ്. ഇനി വേറൊരു കാർഡ് ഉണ്ട്, ദാറ്റ് ഈസ് APL കാർഡ്. ഞാൻ പറഞ്ഞു അല്ലെ, എബോവ് പോവർട്ടി ലൈൻ APL കാർഡ് ഉണ്ട് ഫോർ ഓൾ ഓഫ്. ബാക്കിയുള്ള ആൾക്കാർക്കുള്ള കാർഡാണ് APL അല്ലെങ്കിൽ എബോവ് പോവർട്ടി ലൈൻ കാർഡുകൾ. അപ്പം അന്ത്യോദയ കാർഡ് ഫോർ ദി പുവറസ്റ്റ് ഓഫ് ദി പുവർ, BPL കാർഡ്സ് ഫോർ ദോസ് ബിലോ ദി പോവർട്ടി ലൈൻ, ആൻഡ് APL കാർഡ്സ് ഫോർ ഓൾ അതേഴ്സ്. The introduction of rationing in India dates back to the 1940s against the backdrop of the Bengal famine. ബംഗാൾ ഫമൈൻ്റെ ആ ഒരു ഇതിലാണ് 1940s. The rationing system was revived in the wake of an acute food shortage during the 1960s prior to the Green Revolution. In the wake of the high incidence of poverty levels, as reported by the NSSO in the mid-1970s, 3 important food intervention programs were introduced. എന്തൊക്കെയാണ്? Public distribution system PDS for food grains in existence earlier but strengthened thereafter. ഈ PDS നേരത്തെ ഉണ്ടായിരുന്നു, ഇതിന് ശേഷമാണ് കുറച്ചും കൂടെ എന്ത് ചെയ്തത്, സ്ട്രെങ്തൻ ചെയ്തത്. പിന്നെ ICDS എന്ന് പറയുന്ന ഒരു പരിപാടി, ദാറ്റ് ഈസ് ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസ്, ICDS. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, ICDSന്റെ ബോർഡുകളൊക്കെ കാണാൻ പറ്റും. ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1975 ICDS ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഓൺ ആൻ എക്സ്പെരിമെന്റൽ ബേസിസ്. ഇനി ഫുഡ് ഫോർ വർക്ക്, FFW, ഫുഡ് ഫോർ വർക്ക്, ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1977-78 കാലഘട്ടത്തിൽ. ഓക്കെ, അപ്പോൾ ആ ഒരു 3 സ്കീമുകൾ, ഒന്ന് PDS അല്ലെങ്കിൽ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ICDS അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസസ്, ഇനി
FFW, food for work. അങ്ങനെ 3 കാര്യങ്ങൾ. Okay. Over the years, several new programs have been launched and some have been restructured with the growing experience of administering the programs. At present, there are several poverty alleviation programs, PAPs, poverty alleviation programs, mostly in rural areas, which have an explicit food component also. While some of the programs such as PDS, midday meals, etc. are exclusively food security programs. അല്ലെ, സ്കൂളുകളിൽ മിഡ് ഡേ മീൽ പ്രോഗ്രാം ഉണ്ട് അല്ലെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയ്ക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നില്ലേ കുട്ടികൾക്ക് സ്കൂളിൽ. ഗവൺമെന്റ് സ്കൂൾസിലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കും, ഉച്ചഭക്ഷണം കൊടുക്കും. ഓക്കെ, അംഗൻവാടികളിലാണെങ്കിൽ എന്ത് കൊടുക്കും, ഭക്ഷണം കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പം മിഡ് ഡേ മീലുകൾ ഉണ്ട്, exclusively food security programs. Most of the PAP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, poverty alleviation program അല്ലെ, ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളാണ്. And also enhance food security. Employment programs greatly contribute to food security by increasing the income of the poor. അപ്പം ഭക്ഷണം മാത്രം കൊടുത്താൽ പോരാ അല്ലെ, ഈ ദാരിദ്ര്യം അല്ലെങ്കിൽ PAP നടപ്പിലാക്കുക, ഒരാളുടെ ദാരിദ്ര്യം ഇല്ലാതാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവർക്ക് നല്ലൊരു ഇൻകം കൊടുക്കുക എന്നല്ലേ അതിൻ്റെ അർത്ഥം. അപ്പം ഇൻകം കൊടുക്കണമെങ്കിൽ അതിന് എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസ് അല്ലെ, ഒരുപാട് തൊഴിൽ പദ്ധതികൾ അല്ലെ, തൊഴിലുകൾ കൊടുക്കുക. തൊഴിൽ ചെയ്യുന്ന സമയത്ത് ആൾക്കാർക്ക് എന്തും വരും, ഇൻകവും വരും അല്ലെ, ജോലി ചെയ്തിട്ട് അവർക്ക് ഇൻകം കിട്ടുകയും ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ദാറ്റ് ഈസ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് 2013. National Food Security Act. This act provides for food and nutritional security at affordable prices and enable people to live a life with dignity. National Food ഈ വർഷം മക്കള് കറക്റ്റായിട്ട് ആലോചിച്ച് വെക്കണം, 2013 ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് വന്നിട്ടുള്ളത്? This act provides for food and nutritional security at affordable prices and enable people to live a life with dignity. Under this act, 75% of rural population and 50% of urban population have been categorized as eligible household for food security. അപ്പം ഈ ഒരു ആക്ട് പ്രകാരം 75% of the rural population and 50% of urban population have been categorized as eligible household for food security. ഇനി current status of PDS. PDSന്റെ current status, public distribution systemത്തിന്റെ current status. Public distribution system is the most important step taken by the government of India towards ensuring food security അല്ലെ. ഒരാളുടെ ഫുഡ് സെക്യൂരിറ്റി അല്ലെ, ആൾക്കാർക്ക് കുറഞ്ഞ പൈസയ്ക്ക്, അഫോർഡബിൾ ആയിട്ടുള്ള പൈസയ്ക്ക് ആക്സസിബിൾ ആയിട്ടുള്ള സ്ഥലത്ത് അല്ലെ, നിയർ ബൈ റേഷൻ ഷോപ്പ് വഴിയൊക്കെ, അപ്പം ആക്സസിബിൾ ആയിട്ട് അവൈലബിൾ ആക്കിക്കൊണ്ട് ഉള്ള ആ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് അല്ലെ, നമ്മുടെ ഫുഡ് സെക്യൂരിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അല്ലെ. എത്ര ആൾക്കാരുടെ വിശപ്പാണ് മാറ്റാൻ പറ്റിയതല്ലേ, മാർക്കറ്റ് പ്രൈസിൽ വാങ്ങിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പൈസയിൽ അവരുടെ അടുത്തുള്ള ഷോപ്പ് വഴി കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാരുടെ വിശപ്പ് മാറ്റിയൊരു സ്കീമാണ് അല്ലെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. അത് ഉണ്ടാക്കാനുള്ള ഇന്ധനം വരെ കൊടുക്കുകയാണ് അല്ലെ, മണ്ണെണ്ണയും വരെ കൊടുക്കുന്നുണ്ട്. ഇൻ ദ ബിഗിനിങ് ദി കവറേജ് ഓഫ് PDS വാസ് യൂണിവേഴ്സൽ വിത്ത് നോ ഡിസ്ക്രിമിനേഷൻ ബിറ്റ്വീൻ ദ പുവർ ആൻഡ് നോൺ പുവർ. ആദ്യം തുടങ്ങിയ സമയത്ത് നോൺ പുവർന്നോ പുവർന്നോ വ്യത്യാസമില്ലാതെ എല്ലാ ആൾക്കാർക്കും എന്ത് ചെയ്യായിരുന്നു, കൊടുക്കുമായിരുന്നു. Over the years, the policy related to PDS has been revised to make it more efficient and targeted. അപ്പം തുടങ്ങിയ സമയത്ത് എല്ലാവർക്കും കൊടുക്കുമായിരുന്നു, പിന്നെ കുറച്ചും കൂടി ടാർഗറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അല്ലെ, എന്താണ് ഒട്ടും പറ്റാത്ത ആൾക്കാർ അല്ലെ, ഒട്ടും ഫുഡ് കഴിക്കാനൊന്നും പറ്റാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ആ ടാർഗറ്റ് അല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കാറ്റഗറിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ട് കുറച്ചും കൂടി എന്ത് ചെയ്തു, അവരൊന്ന് മോഡിഫൈ ചെയ്തു. 1992 revamped public distribution system was introduced in 1700 blocks അല്ലെ, 1700 blocks in the country. അപ്പം അതെന്ത് ചെയ്തു, RPDS അല്ലെ, DPS RPDS ആയിട്ട് മാറ്റി. ഏത് വർഷം, 1992 അല്ലെ, കുറച്ചും കൂടി ഒന്ന് മോഡിഫൈ ചെയ്തു, റിവൈസ് ചെയ്തു.
The target was to provide the benefits of PDS to remote and backward areas. അല്ലെ റിമോട്ട് ഏരിയാസിലും ബാക്ക്വേർഡ് ഏരിയാസിലും താഴെക്കടയിലുള്ള ആൾക്കാർക്ക് കൂടുതൽ ബെനിഫിറ്റ് ആക്കുക എന്നുള്ള രീതിയിലാണ് 1992 ഇത് PDS RPDS ആക്കിയിട്ട് മാറ്റിയത്. From June 1997, in a renewed attempt, targeted public distribution system was introduced. അപ്പോൾ അത് TPDS ആയി അല്ലേ, ടാർഗറ്റഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. എന്താണ് അവരുടെ ടാർഗറ്റ് സിസ്റ്റം? ആരെ ടാർഗറ്റ് ചെയ്തത്? ബെനിഫിറ്റ്സ്. ദ ടാർഗറ്റ് വാസ് ടു പ്രൊവൈഡ് ദ ബെനിഫിറ്റ്സ് ഓഫ് PDS ടു റിമോട്ട് ആൻഡ് ബാക്ക്വേർഡ് ഏരിയാസ്. അപ്പം TPDS ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാർഗറ്റഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, റിമോട്ട് ആൻഡ് ബാക്ക്വേർഡ് ഏരിയാസിലേക്ക് വേണ്ടിയിട്ട്. To adopt the principle of targeting the poor in all areas. എല്ലാ സ്ഥലത്തുമുള്ള പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്ത് വന്നു? ടാർഗറ്റഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. It was for the first time that a differential price policy was adopted for poor and non-poor. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ടൈം ആയിട്ട് ഒരു ഡിഫറൻഷ്യൽ പ്രൈസ് പോളിസി അഡോപ്റ്റ് ചെയ്യുന്നത് പുവറിനും നോൺ പുവറിനും വേണ്ടിയിട്ട്. ഡിഫറൻഷ്യൽ പ്രൈസ് പോളിസി അഡോപ്റ്റ് ചെയ്യുന്നത് TPDS-ലാണ്. Further, in 2000, 2 special schemes were launched. That is, 2000 ആയ സമയത്ത് 2 സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പോളിസീസും കൂടെ വന്നു. ഈ പോളിസി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോളിസിയാണ്. എന്തായാലും പഠിച്ചിരിക്കേണ്ട പോളിസിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കുന്ന പോളിസിയാണ്. ദാറ്റ് ഈസ് അന്ത്യോദയ അന്ന യോജന. ഇതാണ് അന്ത്യോദയ അന്ന യോജന, AAY എന്ന് പറയും. ഓക്കെ, അന്ത്യോദയ അന്ന യോജന നമ്മൾ നേരത്തെ കണ്ടു അല്ലെ. അന്ത്യോദയ അന്ന യോജന, BPL, ബിലോ പോവർട്ടി ലൈൻ, എബോവ് പോവർട്ടി ലൈൻ എന്ന് പഠിച്ചില്ലേ. സോ അന്ത്യോദയ അന്ന യോജന. ആൻഡ് വേറൊരു സ്കീമാണ് അന്നപൂർണ സ്കീം, APS. അപ്പം അന്ത്യോദയ അന്ന യോജനയുമുണ്ട്, അന്നപൂർണയുണ്ട്. അന്നയോജന, അന്നപൂർണ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അന്നമാണ് അല്ലെ, ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള സ്കീമാണ്. അപ്പൊ നിങ്ങള് വേറെ ചാപ്റ്ററിൽ വേറെ കുറേ സ്കീമുകളൊക്കെ പഠിക്കും അല്ലെ. എംപ്ലോയ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള സ്കീമുകൾ പഠിക്കും, അല്ലെങ്കിൽ ഒരുപാട് ഇന്റഗ്രേറ്റഡ്, വേറെ റൂറൽ ഡെവലപ്മെന്റ്, അങ്ങനെ ഒരുപാട് സ്കീമുകൾ പഠിക്കുക. അപ്പൊ നിങ്ങൾ എപ്പോഴും ആലോചിക്കുക, അന്ത്യോദയ അന്ന യോജന അല്ലെങ്കിൽ അന്നപൂർണ എന്നൊക്കെ പറയുന്നത് എന്താണ്? ഫുഡ്, അന്നവുമായിട്ട് ബന്ധപ്പെട്ട സ്കീമുകളാണ്. അന്ത്യോദയ അന്ന യോജന, അന്നപൂർണ സ്കീം with the special target groups of poorest of the poor. ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്? ഈ അന്ത്യോദയ അന്ന യോജന അല്ലെങ്കിൽ അന്നപൂർണ സ്കീമൊക്കെ ആരെ ടാർഗറ്റ് ചെയ്യുന്നത്? poorest of the poor and indigent senior citizens respectively. ആരെയാണ് അന്ത്യോദയ അന്ന യോജന ടാർഗറ്റ് ചെയ്യുന്നത്? പാവപ്പെട്ട ആൾക്കാരെയാണ്. ഓക്കെ, അത് ഓർത്ത് വെക്കണം, മാറിപ്പോവല്ലേ. അന്ത്യോദയ അന്ന യോജന ആരെയാണ്? പുവറസ്റ്റ് ഓഫ് ദ പുവറിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അന്നപൂർണ സ്കീം ഇൻഡിജന്റ് സീനിയർ സിറ്റിസൺസ്, സീനിയേഴ്സ് അല്ലെ, നല്ല പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് അല്ലെ. പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് എന്തുണ്ടാവില്ല? ഭക്ഷണമൊന്നും കിട്ടാനുള്ള സാധ്യതയില്ല അല്ലെ. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് അല്ലെ, കുറെ പ്രായം ചെന്ന് കഴിഞ്ഞാൽ പാരന്റ്സിനെ ഒന്നും ആരും നോക്കാതെയോ അങ്ങനെയൊക്കെ ഇരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അല്ലെ. അപ്പം ആ ഒരു സമയത്ത് പ്രായമായിട്ടുള്ള ആൾക്കാർക്കും ജീവിക്കണ്ടേ, അവർക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലെ. അവർക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല, അവർക്ക് ജീവിക്കണം. അപ്പൊ അവർക്ക് ഭക്ഷണം വേണം. ആ ഭക്ഷണം അങ്ങനെ അത്രയും ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഉള്ള സ്കീമാണ് എന്താ? അന്നപൂർണ സ്കീം. അത് ഇൻഡിജന്റ് സീനിയർ സിറ്റിസൺസിന് വേണ്ടിയിട്ടുള്ള സ്കീമാണ്. അപ്പൊ പുവറസ്റ്റ് ഓഫ് ദ പുവറിന് വേണ്ടിയിട്ട് അന്ത്യോദയ അന്ന യോജനയുമുണ്ട്, അതുപോലെ തന്നെ അന്നപൂർണ സ്കീമുണ്ട്. ഇൻഡിജന്റ് സീനിയർ സിറ്റിസൺസിന് വേണ്ടിയിട്ട് ഉള്ള സ്കീമാണ് അത്. ആ 2 സ്കീമും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കീമുകളുമാണ്. Functioning of these 2 schemes was linked with the existing network of the PDS. The PDS has proved to be the most effective instrument of government policy over the years in stabilizing prices and making food available to consumers at affordable prices. അല്ലെ, PDS എന്ന് പറയുന്നത് എപ്പോഴും നമുക്കറിയാം കൺസ്യൂമേഴ്സിന് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിൽ ഫുഡ് അവൈലബിൾ ആക്കുന്ന സ്കീമാണ്.
Okay, it has been instrumental in avoiding widespread hunger and famine by supplying food from surplus regions of the country to the deficit one. അല്ലെ, എന്താ ചെയ്യുന്നത്, എന്താണ് അവിടെ ചെയ്തിരിക്കുന്നത്? ഫമൈൻ കണ്ടീഷൻ ആണെങ്കിലും ഏതൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആണെങ്കിലും അല്ലെ, ഏതൊരു പ്രതികൂല കാലാവസ്ഥയിലും എന്താ ചെയ്യുന്നത്? സർപ്ലസ് പ്രൊഡക്ഷൻ ഉള്ള സ്ഥലത്തു നിന്നും അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനം വാങ്ങിയിട്ട് ഡെഫിഷ്യൻസി ഉള്ള അല്ലെങ്കിൽ ഫുഡ് ഡെഫിസിറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്കുള്ള ഒരു സപ്ലൈ. അത് നല്ലൊരു പ്രോഗ്രാം അല്ലേ അല്ലെ, കൂടുതൽ പ്രൊഡക്ഷൻ ഉള്ള സ്ഥലത്തു നിന്നും അത് കുറഞ്ഞ സ്ഥലത്തേക്ക്, കുറവ് പ്രൊഡക്ഷൻ ഉള്ള അല്ലെ, ആരും വിശപ്പ് അനുഭവിക്കാൻ പാടില്ല എന്നുള്ള ഒരു രീതിയിലുള്ള ഇതാണ് അല്ലെ. In addition, the prices have been under revision in favor of poor household in general. അല്ലെ, പ്രൈസസും എന്താണ്, കുറഞ്ഞ പ്രൈസസിനാണ് അവൈലബിൾ ആക്കുന്നത്. അപ്പൊ മെറ്റീരിയൽ മാത്രമല്ല, മെറ്റീരിയൽ സർപ്ലസ് പ്രൊഡക്ഷൻ ഉള്ള സ്ഥലത്തു നിന്നും ഫുഡ് ഐറ്റംസ് എന്താ ഡെഫിസിറ്റ് പ്ലേസിലേക്ക് എത്തിക്കുന്നുണ്ട്. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ എത്തിക്കുന്ന സാധനം അഫോർഡബിൾ പ്രൈസിൽ കിട്ടുകയും ചെയ്യുന്നുണ്ട്. അത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം അല്ലേ. ഓക്കെ, the system, including the minimum support price and procurement, has contributed to an increase in food grain production and provided income security to farmers in certain region. അപ്പം ആ ഒരു പദ്ധതി എന്ന് പറയുന്നത് എന്താണ്, അത് ഫാമേഴ്സിന് ഹെൽപ്ഫുൾ ആണ് അല്ലെ. കാരണം എന്താ ഫാമേഴ്സിന് ഹെൽപ്ഫുൾ ആണെന്ന് പറയാൻ കാരണം എന്താണ് അല്ലെ, ഫാമേഴ്സ് കുറേ കൃഷിയൊക്കെ ചെയ്തു, ആ സ്ഥലത്ത് അത് സർപ്ലസ് പ്രൊഡക്ഷൻ ആണ്, ആ സ്ഥലത്ത് അത് വാങ്ങാൻ ആളില്ല. എന്താ സംഭവിക്കുക, അവർ കൃഷി ചെയ്ത സാധനം മുഴുവൻ ആൾക്കാർ വാങ്ങാനില്ലാതെ നശിച്ചു അല്ലെ. ദൂരെ സ്ഥലത്തേക്ക് എത്തണ്ടേ ഇത് വേണ്ടേ, അപ്പൊ എവിടെയാണോ ഡെഫിഷ്യൻസി ഉള്ളത് അവിടേക്ക് എത്തണ്ടേ, അത് എത്തിക്കാനൊന്നും അവർക്ക് കഴിയുണ്ടാവില്ല. ഫാമേഴ്സ് പാവപ്പെട്ട ആൾക്കാരാണ്, അപ്പം ലോങ് ഇതിലുള്ള മാർക്കറ്റിംഗ് ഒന്നും അവർക്ക് പോസിബിൾ ആയിരിക്കില്ല. അപ്പം ഏറ്റവും കുറഞ്ഞ വിലക്കായിരിക്കും അവർ പിന്നെ ഡിസ്ട്രിബ്യൂട്ട് ഒക്കെ ചെയ്യുന്നത്. കാരണം കൂടുതലുള്ള സാധനത്തിന് എപ്പോഴും എന്തായിരിക്കും, ഡിമാൻഡ് കുറവായിരിക്കും. കുറവുള്ള സാധനത്തിനായിരിക്കും എപ്പോഴും ഡിമാൻഡ് ഉണ്ടാവും അല്ലെ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഇപ്പം മാങ്ങയൊക്കെ ഇഷ്ടംപോലെയുള്ള ഒരു സീസണില് മാങ്ങയ്ക്ക് വലിയ ഇതൊന്നും ഉണ്ടാവില്ല, എല്ലാ വീട്ടിലും മാങ്ങയൊക്കെ കിട്ടും. പക്ഷേ മാങ്ങയൊന്നും ഇല്ലാത്ത സമയത്ത് ഒരു മാങ്ങ കിട്ടുക എന്ന് പറയുന്നത് അന്നേരം പൈസ ഭയങ്കര കൂടുതലുമായിരിക്കും അല്ലെ. സോ ആ രീതിയിലാണ് അപ്പം ഫാമേഴ്സിന് ഇൻകം കിട്ടുകയും ചെയ്തു അല്ലെ. ഗവൺമെന്റ് ഇത് വാങ്ങിയിട്ട് എന്ത് കൊടുക്കുന്നുണ്ട്, മിനിമം സ്റ്റാൻഡേർഡ് പ്രൈസ് കൊടുക്കുന്നുണ്ട് അല്ലെ, മിനിമം ഒരു പൈസയും കൊടുക്കുന്നുണ്ട്. അപ്പൊ ഫാമേഴ്സിനും എന്ത് ചെയ്യുന്നുണ്ട്, ആ റീജിയനിലെ ഫാമേഴ്സിനും ഒരു ഇൻകം കിട്ടുന്നുണ്ട്. However, the public distribution system has faced severe criticism on several grounds. Instances of hunger are prevalent despite overflowing granaries. അപ്പം കുറച്ച് പ്രശ്നങ്ങളും ഉണ്ട്. ഈ PDS ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ സക്സസ് ആണെന്നുണ്ടെങ്കിലും കുറച്ച് പ്രശ്നംസ് PDS ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഓക്കെ, ഇൻസ്റ്റൻസസ് ഓഫ് ഹങ്ങർ ആർ പ്രിവലന്റ് ഡിസ്പൈറ്റ് ഓവർഫ്ലോയിങ് ഗ്രാനറീസ്. FCI godowns are overflowing with grains, with some rotting away and some being eaten by rats. അപ്പം ഈ FCIന്റെ ഗ്രാനറിയിൽ കുറെ സ്റ്റോക്ക് ചെയ്തു എന്ന് പറഞ്ഞു അല്ലെ, കുറെ സ്റ്റോക്ക് ചെയ്തു, പക്ഷെ കുറെയൊക്കെ എന്തായി പോയി, ചീത്തയായി പോവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ അട്ടിക്കട്ടി ഇങ്ങനെ സ്റ്റോർ ചെയ്തോണ്ടിരുന്നാല് ചീത്തയായി പോവാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പൊ റോട്ട് ചെയ്തു, കുറച്ചൊക്കെ എലിയൊക്കെ തിന്നിട്ടൊക്കെ പോയില്ലേ. അപ്പൊ ഒരുപാട് അത് സൂക്ഷിക്കാതെയോ, വൃത്തിയിൽ സൂക്ഷിക്കാതെയോ അല്ലെങ്കിൽ കൂടുതൽ സമയം അത് സ്റ്റോർ ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് വേറെയും ഉണ്ടാവും. സോ നമ്മൾ ഈ ഒരു സെഷനിൽ എന്താ പഠിച്ചത്, ഫുഡ് സെക്യൂരിറ്റി ഇൻ ഇന്ത്യ അല്ലെ, ഇന്ത്യയിലെ ഫുഡ് സെക്യൂരിറ്റി, ഇന്ത്യയിലെ കണ്ടീഷൻ, PDS പഠിച്ചു അല്ലെ, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം കറക്റ്റ് ആയിട്ട് പഠിച്ചു. PDS പഠിച്ചു, രണ്ട് പേരുകൾ പഠിച്ചു അല്ലെ, അന്ത്യോദയ അന്ന യോജന പഠിച്ചു, അതുപോലെ തന്നെ അന്നപൂർണ യോജന പഠിച്ചു അല്ലെ. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു സെഷനിൽ പഠിച്ചു. അതിന്റെ മെറിറ്റ് അല്ലെ, PDSന്റെ മെറിറ്റ് പഠിച്ചു. എന്താ മെറിറ്റ് പഠിച്ചേ, എല്ലാ സർപ്ലസ് ഏരിയാസിൽ നിന്നും ഡെഫിസിറ്റ് ഏരിയാസിലേക്ക് സപ്ലൈ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ലോ പ്രൈസ് അല്ലെ, ലോ പ്രൈസ്, അതായത് അഫോർഡബിൾ പ്രൈസിൽ ആൾക്കാർക്ക് സാധനം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനെന്തുണ്ടായിരുന്നു, ഡീമെറിറ്റ് ഉണ്ടായിരുന്നു. എന്തായിരുന്നു ഡീമെറിറ്റ് എന്ന് പറയുന്നത് അല്ലെ, കുറെ സാധനം ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വന്നപ്പോൾ അത് റോട്ടൺ ആയി പോയി, ചീത്തയാവാൻ തുടങ്ങി, അഴുകാൻ തുടങ്ങി, അതുപോലെ തന്നെ റാറ്റൊക്കെ വന്നിട്ട് അത് നശിപ്പിക്കാനും തുടങ്ങി. അപ്പൊ അങ്ങനത്തെ ഡിസഡ്വാൻറ്റേജസും അതുണ്ട്. ഒരുപാട് ആൾക്കാരുടെ വിശപ്പ് മാറ്റാൻ പറ്റില്ലേ, എന്താണ്, ഒരുപാട് ആൾക്കാർക്ക് PDS റേഷൻ ഷോപ്പ് വഴി ഒരുപാട് സാധനങ്ങളൊക്കെ കൊടുക്കുമ്പോഴും അതിന് കുറച്ച് ഡിമെറിറ്റ്സ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ടായിരുന്നു.
അപ്പം ഈ ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വേറൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഒറ്റ സെഷനും കൂടെ ഉണ്ടാവുള്ളൂ. ആ ഒരു കുഞ്ഞി പോർഷനും കൂടെ നമുക്ക് നെക്സ്റ്റ് വേറൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്